ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഒരു ബേണിംഗ് കാർഡ് ഉണ്ടാക്കിയാലോ? ഇതിന് ഫുൾ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഇച്ചിരി മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾ നോക്കി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത് ജസ്റ്റ് പോസ് ചെയ്ത ശേഷം മെഷർമെൻ്റ് എടുത്ത ശേഷം ഞാൻ കാണിച്ച പോലെ കട്ട് ചെയ്യണേ. അപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ, ന്യൂ ഇയറിന് കൊടുക്കാം, ഇല്ലെങ്കിൽ ബർത്ത്ഡേക്ക് കൊടുക്കാം. ഇത് പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്, അത് പക്ഷേ വേറെ രീതിയിലായിരുന്നേ. പിന്നെ ബേൺ ചെയ്യുമ്പോൾ തീ കൊണ്ട് കളിയാണ്, സൂക്ഷിച്ച് കളിക്കണം. ഏറ്റവും സാധനം എല്ലാം കൂടെ കത്തിക്കളഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കൊച്ചു പിള്ളേരൊന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പേരൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടോ ആരെങ്കിലും മുതിർന്നവരെ കൊണ്ട് അസിസ്റ്റ് ചെയ്ത ശേഷം ചെയ്യുക. അല്ലാത്തവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ കട്ടൊക്കെ ചെയ്യുക. പിന്നെ അതിന് മടക്കേണ്ട രീതിയിൽ മടക്കണം. പിന്നെ ഞാനിതിപ്പം വെള്ള പേപ്പർ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് വേറെ ഡിസൈൻ വരച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ പേപ്പർ കൊണ്ട് വയ്ക്കാം. അപ്പം ന്യൂ ഇയറിനൊക്കെ ഒരു വെറൈറ്റിക്ക് അറിയായിരിക്കട്ടെ. അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നുണ്ട് പലയിടത്തും. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ സ്വരിക്കുന്നു. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ 2024 തീരുക. എത്ര പെട്ടെന്നാണ് പോയതല്ലേ, അറിഞ്ഞു പോലും ഇല്ല. ഞാനാണെങ്കിൽ ഡിസംബർ തുറന്നതും ക്രിസ്മസ് കാർഡ് സ്റ്റാർട്ട് ചെയ്ത് മാത്രം ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തീരും എന്തായാലും. പക്ഷേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവധിയൊക്കെ കഴിയുന്നു, ക്ലാസ്സൊക്കെ തുടങ്ങുമല്ലേ. അപ്പോൾ അവധിയൊക്കെ അടിച്ച് പൊളിക്കുക. പക്ഷേ എന്നാലും അത് കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവരും പഠിച്ചു തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുന്നത്, അതിൻ്റെ മുകളിൽ വരയ്ക്കാൻ വേണ്ടി വളർന്നു പോകണം. അതുകൊണ്ട് ഞാൻ ഡോട്ട് ഇട്ടിട്ടാണ് നമ്മുടെ 2024 എന്നുള്ള എഴുതി കൊടുക്കുക. 24 തീരുവല്ലേ. അപ്പോൾ ബൈ എന്നുള്ളത് ഒരു ബൈ എന്ന് എഴുതില്ല, ഇനി കീറിപ്പോയെങ്കിലേ ഉള്ളൂ. അപ്പം ഞാൻ കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഹോൾ ഉണ്ടാക്കിയില്ലായിരുന്നോ, അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അതിന് മുമ്പ് പുറവശത്ത് നമ്മളൊരു ഡിസൈനൊക്കെ, ഞാൻ ചുമ്മാ ഒരു ഹാർട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനെ നമ്മളിനി മടക്കുന്നതെന്ന് വെച്ചാൽ ആ 2024 എന്നുള്ള സാധനം നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഇതില്ലേ, അത് നമ്മൾ അകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം കേട്ടോ. അതിനുശേഷം തിരിച്ചൊട്ടിക്കണേ, മുൻവശത്തോട്ട് ഞാൻ കാണിക്കണം തിരിച്ച് ഒട്ടിക്കുന്നത്. കാരണം നമുക്ക് ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡാണ്. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ സൂക്ഷിച്ച് ഒട്ടിക്കണം, കീറിപ്പോകാതെ ഒട്ടിക്കണേ. പിന്നെ ഇച്ചിരി ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മുടെ ഈ സാധനമൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇതിന് മുകളിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെക്കുവാണ്. കാരണം വെച്ചാൽ നമുക്കിത് പൊങ്ങിയിരിക്കാൻ വേണ്ടി. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിൽ നമ്മുടെ ആ സാധനത്തിന് വരുന്ന ചുമ്മാ കാർഡ്ബോർഡ് കണ്ടിച്ച് വേണമെങ്കിലും വെക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പോഴത്തേന് ഇച്ചിരി പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വെച്ചത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില്ലേ നമ്മളിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2025 കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് വെക്കണം കേട്ടോ. 25 നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം, മറ്റേ സൈഡിലെ പേപ്പറിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് വെൽക്കം 2025 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബോക്സ് പോലെയുള്ളത് എല്ലാം നമ്മൾ മടക്കി വെച്ചതും നമ്മൾ മടക്കി അതിനെ അടച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ അടച്ചു വെക്കുക, ടിഷ്യൂ പേപ്പർ കീറാതെ നോക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ചുമ്മാ ഹാർട്ട് വരച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളർഫുൾ, നിങ്ങൾ വേണമെങ്കിൽ വൈറ്റിന് പകരം വേറെ എന്തെങ്കിലും കളർഫുൾ ചാർട്ട് പേപ്പർ, ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എടുക്കണേ കേട്ടോ. അപ്പം ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും, സാധാരണ പേപ്പർ എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ബോക്സ് പോലെ ഉണ്ടാക്കുവാണ്. പിന്നെ അതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണം. ആ ബോക്സ് നമുക്ക് ഫുള്ളോട്ട് അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ വെച്ച് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇത് എല്ലാ സാധനവും അകത്തുണ്ട്. നമ്മൾ 25 എഴുതിയതും അകത്താണ്. ഈ ടിഷ്യൂ പേപ്പർ വെളിയിൽ നിന്ന് നമ്മൾ കാണുന്നത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പണ്ടത്തെ ഈ ബോക്സ് പോലെ അടയ്ക്കുന്നതിന് അടച്ചു കൊടുക്കണം. അപ്പം വേറെ എന്തുകൊണ്ട് വിശേഷം? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ക്രാഫ്റ്റ് വേണമെങ്കിൽ പറയാം. അപ്പം ന്യൂ ഇയറിൻ്റെ ക്രാഫ്റ്റ് മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം ഈ വർഷം ആകുന്നതിന് മുമ്പ് എല്ലാവരും ഹാപ്പി ആയിരിക്കണം. അടുത്ത വർഷത്തേക്ക് റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതൊക്കെ എടുത്ത് തന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ പ്ലാനിങ് എന്ന് പറയാം. അപ്പം നമ്മുടെ അതുകൊണ്ട് കാർഡ് നമ്മൾ റെഡി ആയിട്ട് ഇനി പുറവശത്ത് നമുക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു വെൻവെൽപ്പ് ടൈലാക്കാൻ ഞാനൊരു ഹാർട്ട് ഷേപ്പിൽ നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ കണ്ടിച്ചൊട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതിനെ ഞാൻ ഹാർട്ട് ഷേപ്പ് അയക്കാണല്ലേ, അതിന് നമ്മൾ അടയ്ക്കുമാണ്, സീൽ ചെയ്ത് വെക്കുകയാണ് നമ്മൾ കേട്ടോ. സീലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിന് കത്തിക്കാനുള്ള സാധനം വേണ്ടേ. അപ്പോൾ കത്തിക്കാനുള്ള സാധനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ തീപ്പെട്ടിയുടെ ആ മാച്ച് ബോക്സിൻ്റെ ഉരയ്ക്കുന്ന സാധനവും ഒരു നമ്മുടെ മാച്ച് സ്റ്റിക്ക്, ഒരു തീപ്പെട്ടിക്കുള്ളിൽ മാത്രം ഇങ്ങനെ ഒട്ടിച്ച ശേഷം ഇനി നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ അതിനെ ഉരയ്ക്കുന്നത്. ആദ്യം ഉരച്ചപ്പോൾ അറിയുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പുതിയ തീപ്പെട്ടിക്ക് കത്തുന്നില്ലയോ എന്ന്. പക്ഷേ ഏതായാലും സൂക്ഷിച്ച് കത്തിക്കണം കേട്ടോ. കയ്യൊന്നും കത്തല്, വീടൊന്നും കത്തിച്ചേക്കല് കേട്ടോ. അപ്പം ആദ്യം പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിച്ചു. ഇനി നമ്മൾ ഉരച്ച് കാണിക്കാൻ പോണേ. ഇതന്നെ നമ്മൾ 2024 മുകളിൽ കത്തിക്കുകയാണ്. അപ്പോൾ 24 കത്തി, ഇതാണ് 25 കാണുന്നത്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഡബിൾ സൈഡ് ടൈപ്പ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെക്കണം എന്ന് പറഞ്ഞില്ല, അത് ഇതുകൊണ്ടാണ്. ഇത്രയും കത്തിയുള്ളായിരുന്നു എൻ്റെ ഭാഗ്യത്തിൽ. മുകളിലോട്ട് കത്തുന്നതിന് മുമ്പ് അത് കെട്ടുപോയി ഭാഗ്യത്തിൽ കേട്ടോ. അപ്പം നമ്മുടെ രക്ഷയാണ്, നമ്മൾ 25 റെഡി ആയിട്ടുണ്ട്. 25 എല്ലാവർക്കും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനിയും ക്രാഫ്റ്റുമായിട്ട് വേഗം കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.